ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൺ ദ ലിറ്റിൽ വേൾഡ്. ഞാൻ നട്ട പാവലാണിത്. വളർന്ന് പന്തലിച്ച് ഈ ഒരു പരുവമായിട്ടുണ്ട്. കൊടും വെയിലിൽ നിന്ന് മഴ പെയ്തപ്പോൾ ആളൊന്നുകൂടെ ഉഷാറായി. പക്ഷേ നിറഞ്ഞു നിന്ന പൂക്കൾ കുറേയൊക്കെ വീണുപോയി. എങ്കിലും കുറച്ച് പാവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നിന്നും വാങ്ങുന്ന പാവയ്ക്കയുടെ സൈസ് ഇതിനുണ്ടാകില്ല കേട്ടോ. ആള് ചെറുതാണേലും ടേസ്റ്റ് അപാരമാണ്. ഇതാണ് കറിക്ക് പരുവം. ഇനിയും ഇത് കൊടിയിൽ നിന്നാൽ പഴുത്ത് വിത്തിലേക്ക് പോകും. ഞാനിവിടെ ആവശ്യത്തിനെടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് തീരെ ചെറുതാണ്. ഇനി ഒരു ദിവസത്തെ കറിക്കെടുക്കാം. ഇത്രയുമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ പാവയ്ക്ക കൊണ്ട് നമുക്കൊരു പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. പാവയ്ക്ക കഴുകി മാറ്റി വെച്ചേക്കുവാണ്. ഓരോ പാവയ്ക്കയും നടുകെ മുറിച്ച് അകത്തുള്ള വിത്ത് കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്ത് മാറ്റാം. കനം കുറച്ച് കട്ട് ചെയ്യാൻ മറക്കരുതേ. കനം കുറച്ച് കട്ട് ചെയ്താൽ പെട്ടെന്ന് വേകും. ഞാനിവിടെ പാവയ്ക്കയെല്ലാം കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുവാണ്. ഇനി ഒരു പച്ചമുളക് 4 മുറിച്ച് മാറ്റി വയ്ക്കാം. ഒരു മീഡിയം സൈസ് സവാള ചെറുതായി കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു കടായി ചൂടാക്കാൻ വയ്ക്കാം. അതിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ആവശ്യത്തിന് കടുക് ചേർത്ത് കടുക് പൊട്ടുമ്പോൾ ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ് വറ്റൽമുളക് ഇടാത്തത്. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കട്ട് ചെയ്ത് വെച്ച പച്ചമുളകും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം സവാള ചേർത്ത് 2 മിനിറ്റ് മിക്സ് ചെയ്യുക. ഇനി കട്ട് ചെയ്ത പാവയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് 5 മിനിറ്റ് വേവിക്കാം. വീട്ടിലുണ്ടായ ഈ പാവയ്ക്കയ്ക്ക് വേവ് കുറവാണ് കേട്ടോ. മാത്രമല്ല കയ്പും കുറവാണ്. 5 മിനിറ്റിന് ശേഷം ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് ഒരു 2 മിനിറ്റ് കൂടെ അടിച്ചു വെച്ച് വേവിക്കുക. ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് ഒരു മുട്ട പൊട്ടിച്ച് വീഴ്ത്തി നന്നായി ചിക്കിയെടുക്കുക. കുഞ്ഞു മക്കൾക്ക് പാവയ്ക്ക ഇഷ്ടമല്ലാത്ത വെജിറ്റബിളാണ്. എന്നാൽ ഈ ഒരു രീതിയിൽ മുട്ട ചേർത്ത് ചിക്കിയെടുത്ത പാവയ്ക്ക കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാകും. മുട്ട നന്നായി ചിക്കിയെടുത്തിട്ടുണ്ട്. പാവയ്ക്കയുമായി നന്നായി മിക്സ് ചെയ്ത്, എഗ്ഗ് ഓപ്ഷണലാണ് കേട്ടോ. ഞാൻ എൻ്റെ മോന് ഇങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മുടെ പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. ചൂടോടെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനിയൊരു വീഡിയോയുമായി കാണും വരെ ബൈ.